നമസ്കാരം. ഈ ഷെറിൻ ഒരു കഥാപാത്രമാണ്. ചിലപ്പോൾ നാളെ വരാൻ പോകുന്ന ഒരു സിനിമയ്ക്ക് പറ്റിയ കഥാപാത്രം. എന്തുകൊണ്ടാണ് ഇത്ര വളരെ പെട്ടെന്ന് തന്നെ കൊലപാതക കേസുകളിൽ നിന്നൊക്കെ പുറത്തിറങ്ങാൻ ഷെറിനെ പോലുള്ള ഒരു സുന്ദരിക്ക് കഴിയുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ആ പ്രയോഗമാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സുന്ദരി ആയതുകൊണ്ടാണ് ചിലപ്പോൾ പുറത്തിറങ്ങാൻ കഴിയുന്നത്. കാരണം സഹതടവുകാരികൾ വരെ പറയുന്നു, രാത്രി 7 മണിക്ക് സെല്ലിന് പുറത്തേക്ക് പോകുന്ന ഷെറിൻ തിരികെ എത്തിയിരുന്നത് ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളടക്കം എല്ലാ സൗകര്യങ്ങളും ഈ ജയിലിനുള്ളിൽ ലഭ്യമാക്കിയത് അവിടുത്തെ ജയിൽ ജീവനക്കാരും. കാരണവർ വധക്കേസ് പ്രതിയായിട്ടുള്ള ഷെറിൻ ജയിലിൽ ലഭിച്ചിരുന്ന സൗകര്യങ്ങളെക്കുറിച്ച് സഹതടവുകാർ തന്നെ വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ്. ചെറിയനാട് ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിന് ജയിലിനുള്ളിൽ വഴിവിട്ട പല സൗകര്യങ്ങളും ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ആ വെളിപ്പെടുത്തൽ. ജയിലിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഉദ്യോഗസ്ഥരും ഷെറിനിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിരുന്നു എന്നുള്ളതാണ് ഷെറിൻ്റെ സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ. അവരൊരു ഓൺലൈൻ ചാനൽ നൽകിയ സംഭാഷണത്തിലാണിത് പുറത്തുവിട്ടത്. തൃശ്ശൂർ സ്വദേശിനിയായിട്ടുള്ള MS സുനിതയാണ് ജനൻ TV പ്രതിവാര അഭിമുഖ പരിപാടിയിൽ ഇത്തരത്തിലൊരു മറുപടി എന്ന് പറയപ്പെടുന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. വധശ്രമക്കേസിൽ ശിക്ഷിക്കപ്പെട്ടാണ് 2013-2015 കാലയളവിൽ സുനിത അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തിയത്. ഷെറിൻ്റെ തൊട്ടടുത്ത സെല്ലിലാണ് ഈ സുനിത കഴിഞ്ഞിരുന്നത്. ചില രാഷ്ട്രീയക്കാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും സുനിത വെളിപ്പെടുത്തുന്നുണ്ട്. 2 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജാമ്യം നേടിയാണ് സുനിത പുറത്തിറങ്ങിയത് പോലും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വിവരാവകാശ നിയമപ്രകാരം ഷെറിന് എത്ര ദിവസം പരോൾ ലഭിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളും ശേഖരിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. കാരണം 1-2 ജീവനക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഷെറിനിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിരുന്നു എന്നുള്ളതാണ്. അത് അന്നത്തെ ജയിൽ സൂപ്രണ്ടിന് ഐപാഡ് വരെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നാണ് സുനിത പറയുന്നത്. ഷെറിൻ എന്താവശ്യപ്പെടുന്നുവോ അത് ജയിലിനുള്ളിൽ എത്തിച്ചിരുന്നു. 3 നേരവും പുറത്തു നിന്നുള്ള ഭക്ഷണം വരെ കൃത്യമായി ലഭിച്ചിരുന്നു. ഷെറിന് സഹായിയായ ഒരു തടവുകാരിയെയും ഏർപ്പെടുത്തിയിരുന്നു. ഇവരാണ് ഷെറിൻ്റെ വസ്ത്രങ്ങളടക്കം അലക്കിക്കൊടുത്തിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. തലയണ അടക്കം നൽകി സുഖനിദ്രയ്ക്കുള്ള സൗകര്യവും അവർ ഏർപ്പെടുത്തിയിരുന്നു. ജയിലിനുള്ളിൽ ധരിക്കുന്നത് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വെള്ള വസ്ത്രങ്ങളായിരുന്നു എന്നുകൂടി സുനിത വെളിപ്പെടുത്തുകയാണ്. ഈ വെളിപ്പെടുത്തലുകൾ അറിഞ്ഞിട്ടും ആർക്കും മിണ്ടാട്ടമില്ല. ബക്കറ്റ് നിറച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഷെറിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ മുഖം നോക്കാൻ കണ്ണാടി, ലിപ്സ്റ്റിക്ക്, ഐലൈനർ തുടങ്ങി സർവ്വതുമുണ്ട്. സൂപ്രണ്ടിൻ്റെ പേരക്കുട്ടി കണക്കെയുള്ള ലാളനയാണ് ഷെറിന് ലഭിച്ചത് എന്നുകൂടി സുനിത വെളിപ്പെടുത്തുകയാണ്. മറ്റാർക്കും കിട്ടാത്ത ഒരു സൗകര്യം. അന്നത്തെ ജയിൽ DIGയുമായി ഷെറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്ന് വരെ സുനിത വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആരും ഇതിൽ നിന്ന് പിന്നാട്ടല്ല. സാധാരണ വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ ഉണ്ടാകാറില്ല. ഇവിടെ ഷെറിനെ കാണാൻ ജയിൽ DIG അടിക്കടി എത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ജയിൽ ചട്ടപ്രകാരം തടവുകാരെ വൈകുന്നേരം 5:30 സെല്ലിൽ അടച്ചാൽ പിന്നെ രാവിലെ മാത്രമേ പുറത്തിറക്കാവൂ. എന്നാൽ രാത്രി 7 മണിയോടെ പുറത്തിറങ്ങുന്ന ഷെറിൻ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചെത്താറ് പതിവ് എന്നാണ് ഇവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് കംപ്ലയിൻറ്റ് ബോക്സിൽ പരാതി എഴുതിയിട്ടിരുന്നെങ്കിലും നടപടി ആരും എടുത്തിട്ടില്ല. ഒരു തവണ ജയിൽ ജീവനക്കാരൻ വഴി ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയതിന് അന്നത്തെ ജയിൽ DIG ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും സുനിത പറയുന്നുണ്ട്. ഒരിക്കലും പുറം ലോകം കാണില്ലെന്ന് പറഞ്ഞായിരുന്നു DIGയുടെ ഭീഷണിപ്പെടുത്തൽ പോലും. ഇനി ഒരു തവണ ജയിൽ സന്ദർശിച്ച ജില്ലാ ജഡ്ജിയോട് സുനിത ഇക്കാര്യങ്ങളെല്ലാം നേരിട്ട് പറഞ്ഞിരുന്നു എന്നുകൂടി അവർ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് ഷെറിൻ കൈവശം വച്ചിരുന്ന മൊബൈൽ ഫോൺ അടക്കം എല്ലാ വസ്തുക്കളും അന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? തടവുകാരികളെ അവിടെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പോലും സുനിത ആ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഈ ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷയിൽ ഇളവ് നൽകിയതിന് പിന്നിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി KB ഗണേഷ് കുമാർ അടക്കം 2 മന്ത്രിമാർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുകൂടി സംശയിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അബിൻ വർക്കി അടക്കം ആരോപിക്കുന്നുണ്ട്. ആ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വരും ദിനങ്ങളിൽ അറിയുകയും ചെയ്യാം. ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ശിക്ഷാ ഇളവിനുള്ള ഫയൽ
ജയിൽ ഉപദേശക സമിതിയുടെ മുമ്പാകെ വന്നപ്പോൾ പെട്ടെന്നാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. മന്ത്രിസഭയുടെയും അനുകൂല തീരുമാനം അതിനോടൊപ്പം ഉണ്ടാകും. ഇതിലെല്ലാം വല്ലാത്ത ദുരൂഹതയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചാനൽ ചർച്ചയ്ക്കിടെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഗണേഷ് കുമാറിനും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനും പങ്കുണ്ട് എന്നുകൂടിയുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഒരാഴ്ചയാകാൻ പോകുന്നു. അതിലൊരൊറ്റ പ്രതികരണം നടത്താൻ പോലും ഈ ഗണേഷ് കുമാറോ അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റോ തയ്യാറായിട്ടുണ്ടോ? അതിനർത്ഥം എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ്. ഷിറിൻ്റെ ബെസ്റ്റിയായിരുന്നു ഗണേഷ് കുമാർ എന്ന് സംശയിക്കപ്പെടുന്ന തരത്തിലാണ് ശിക്ഷയിളവ് നൽകിയിരിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന പ്രതിയുമായി മന്ത്രിക്ക് എന്ത് ബന്ധമാണുള്ളത് എന്നുള്ളതാണ്. അതിൽ പ്രതികരണം പോലും മന്ത്രി നടത്തിയിട്ടുമില്ല. ഒരു മന്ത്രിക്ക് മാത്രമല്ല ഇതിനകത്ത് പങ്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഷിറിൻ്റെ ബെസ്റ്റിയാണ് ഗണേഷ് കുമാർ എങ്കിൽ ലോക്കൽ ഗാർഡിയനായിട്ടുള്ള മറ്റൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രി ചെങ്ങന്നൂരിൽ തന്നെ താമസിക്കുകയും ചെയ്തു. ഇങ്ങനെ 2 മന്ത്രിമാരുടെ ഇടപെടലാണ് ഷിറിന് അതിവേഗ ശിക്ഷാ ഇളവ് കിട്ടുന്നതിന് കാരണമായത് എന്ന് അബിൻ വർക്കിയുടെ ആരോപണം. ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചാണോ അല്ലെങ്കിൽ മാനസാന്തരം ഉണ്ടായിരിക്കുന്നതെന്ന് ഇതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം ഷിറിൻ പറയേണ്ടതുണ്ട് എന്ന് അബിൻ വർക്കി പറയുന്നുണ്ട്. 25 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശ പരിഗണിക്കാതെയാണ് ഈ ഭാസ്കര കാരണവർ വധക്കേസുമായി ബന്ധപ്പെട്ടു വരുന്ന പ്രതി ഷിറിന് മാത്രമായിട്ട് ഇത്തരത്തിലൊരു ഇളവ് കിട്ടിയിരിക്കുന്നത്. ഡിസംബറിൽ കണ്ണൂർ ജയിലിൽ ഉപദേശക സമിതി നൽകിയ ഒരു ശുപാർശ അത് അതിവേഗം മന്ത്രിസഭായോഗം തീരുമാനമാക്കി മാറ്റുന്നു. വിവിധ ജയിലുകളിൽ ഷിറിൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളും പരിഗണിക്കാതെ തന്നെയാണ് ഈ ഇളവുണ്ടാക്കിയത് എന്നുള്ളത് മറന്നുപോകരുത്. ജയിലുകളിൽ ഷിറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് ഈ വിടുതലിലും കാണുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കി എന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷിറിന് മോചനം നൽകുവാനുള്ള ഈ തീരുമാനം. എന്നാൽ 25ഉം 20 വർഷം വരെ തടവ് പൂർത്തിയാക്കിയവർക്ക് ഈ ആനുകൂല്യം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇവരിൽ പലരും രോഗികളാണ് എന്നുള്ള ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകൾ പോലും ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. താമസിച്ച ജയിലുകളിലെല്ലാം തന്നെ സഹതടവുകാരും ഉദ്യോഗസ്ഥരുമായും ഷിറിൻ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അതൊന്നും ആരും പരിഗണിച്ചിട്ടില്ല. ഇനി പോലീസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, പ്രൊബേഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഷിറിന് അനുകൂലമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ക്യാബിനറ്റിൽ ചില മന്ത്രിമാരുടെ പിന്തുണയുണ്ടായിരുന്നു. ആ പിന്തുണയും ഷിറിന് കിട്ടിയതായിട്ടുള്ള സൂചനകൾ വളരെ കൃത്യമായി നൽകുന്നുണ്ട്. ഷിറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിദ് അലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തുറന്ന ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ബാസിദ് അലിയെ മോചിപ്പിക്കുവാനായിട്ടുള്ള ഒരു മോചനത്തിനായിട്ടുള്ള പരിഗണന ഇതുവരെ ലഭിച്ചിട്ടില്ല. മന്ത്രിസഭായോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാൽ മാത്രമായിരിക്കും ഈ ഷിറിന് പുറത്തിറങ്ങാനുമാകും. പക്ഷേ ഷിറിനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ അബിൻ വർക്കി അല്ലെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലയൊക്കെ പറയുന്നത് പോലെ അതിന് പിന്നിൽ ഏതെങ്കിലും ഒരു ഗൂഢമായിട്ടുള്ള ലക്ഷ്യം മന്ത്രിമാർക്കിടയിലുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ ഷിറിൻ എന്ന് പറയപ്പെടുന്ന സുന്ദരിയെ ഏതെങ്കിലും തരത്തിൽ കാണുവാനുള്ള മോഹമാണോ ഇതിന് പിന്നിൽ? ഇങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷിറിൻ പുറത്തിറങ്ങുമ്പോൾ ഇവരെ കാത്തിരിക്കുന്നത് എന്താണ്? ആരാണ് കാത്തിരിക്കുന്നത്? മന്ത്രിമാരാണ്. ഇതാണ് നമുക്ക് അറിയേണ്ടത്.